ശിവ ശിവ. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കണ്ണാടിയുടെ സ്ഥാനം മാറ്റിയാൽ തന്നെ പണം വരാൻ തുടങ്ങും. അത് കൊള്ളാലോ. കണ്ണാടിയുടെ സ്ഥലം മാറ്റിയാൽ എങ്ങനെ പണം വരുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബോധ മനസ്സും അബോധ മനസ്സുമായും കണക്റ്റാണ്. നമ്മുടെ മനസ്സുമായും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. ഇത് രണ്ടുമായിട്ടും കണക്റ്റാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചില കാര്യങ്ങൾ ഐശ്വര്യം കൊണ്ടുവരും, ചില കാര്യങ്ങൾ ദാരിദ്ര്യം കൊണ്ടുവരും. ഈ കണ്ണാടിയുടെ സ്ഥാനം തന്നെ ഒന്ന് മാറ്റി നോക്കൂ, അത് ചെയ്തു നോക്കൂ. വീട്ടിലേക്ക് പണവും സമ്പത്തും ഐശ്വര്യവും നാൾക്ക് നാൾ വർദ്ധിച്ചു വരാൻ തുടങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പലരും കണ്ണാടിയുടെ സ്ഥാനം എവിടെ വെക്കണം എന്ന് ചോദിച്ചാൽ പലരും പറയും, ചിലർ പറയും കിഴക്ക്, ചിലർ പറയും വടക്ക്, ചിലർ പറയും പടിഞ്ഞാറ്. ഇങ്ങനെ പലരും പലതാണ് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഒരു ദിക്ക് പറഞ്ഞു തരുന്നുണ്ട്, വെക്കേണ്ട ഒരു രീതി പറഞ്ഞു തരുന്നുണ്ട്. തെറ്റായ രീതിയിൽ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമെന്നുള്ള പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും അറിഞ്ഞാൽ മതി, കൂടുതൽ കാര്യമൊന്നുമില്ല. ഇനിയും ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ജപിക്കേണ്ട മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇത് മതി, കൂടുതലൊന്നും വേണ്ട, അതിനകത്ത് എല്ലാമായി. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ വരും. വീഡിയോ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യണ്ട. ആവശ്യമുള്ളവർ കണ്ടാൽ മതി, ആവശ്യമുള്ളവർ അറിഞ്ഞാൽ മതി. അത് ഈശ്വരൻ നിശ്ചയമാണ്. നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അവരൊന്നും കാണണമെന്നില്ല. ഇപ്പോഴും എത്ര ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടെന്നറിയാമോ? ചിലപ്പോൾ ഒരു വീഡിയോ എല്ലാം കണ്ടു കാണും, സ്ഥലം വിൽക്കാൻ എന്ത് ചെയ്യണോ? ഇപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, സ്ഥലം വിൽക്കാൻ വേണ്ടി എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് ചെയ്ത് എത്രയോ ആളുകൾ സ്ഥലം വിറ്റിരിക്കുന്നു, സ്ഥലവും വീടും വിറ്റിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു. എത്രയോ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണത്തുമില്ല, കേൾക്കത്തുമില്ല. ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടതായിരിക്കും, എന്നിട്ടങ്ങ് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ അറിയേണ്ടവരറിഞ്ഞാൽ മതി. ആവശ്യമുള്ളവർ വീഡിയോകൾ കാണുക. നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ട. ആവശ്യമുള്ളവർ കാണുക, കാണുന്നവരത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അവരുടെ ജീവിതം മാറും. എല്ലാം ശിവപാദത്തിൽ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. എല്ലാം ഭഗവാനിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശിവപാദം സ്മരിച്ചുകൊണ്ട്, അമ്മ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട്, ശിവപാദം സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം പറഞ്ഞു തരികയാണ്. ശിവശിവ. എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതാരും പറഞ്ഞു തരത്തില്ല. ഇതുപോലെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. കണ്ണാടി അവിടെ വെക്കാം, ഇവിടെ വെക്കാം, അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇതൊന്നും അല്ലേ പറയുന്നത്. കൃത്യം എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, മറ്റുള്ളിടത്ത് വെച്ചാലുള്ള കുഴപ്പം എന്തുവാണ്, ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത്. ഇവിടെ സംശയമൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും കൃത്യമായൊരു വഴി കാണും. നമ്മൾ ചുമ്മാ അതും ഇതും പറയുന്ന ഒരുപാട് വഴികൾ കാണും. കൃത്യമായ ഒരു വഴി കാണും, അത് ചെയ്താൽ മതി, കൂടുതലൊന്നുമില്ല. ഇപ്പം വിശദമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തൊരു വഴിക്ക് പോട്ടെ, അത്രയേ ഉള്ളൂ. നമുക്കൊരു നിർബന്ധവുമില്ല. അറിയേണ്ടവരറിഞ്ഞാൽ മതി. അത് പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ളവർ അറിയും. അവർക്ക് വേണ്ടിയാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവപാദം സ്മരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. അമ്മ പാർവതിദേവിയുടെ പാദം സ്മരിക്കുന്നു, ശിവപാദം സ്മരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം, മഹാഗുരു അഗസ്ത്യരെ സ്മരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ആർക്കും ഷെയർ ചെയ്തൊന്നും കൊടുക്കാൻ പോകണ്ട. ആവശ്യമുള്ളവർ അറിഞ്ഞോളൂ. അവരുടെ സമയമാകുമ്പോൾ അവർ അറിഞ്ഞോളൂ. അതാണ് അതിൻ്റെ ശരി. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പിന്നെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതാണ് ഞാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാനോ എല്ലാവരെയും നോക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ഫ്രീ ആകാറില്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പം ഫ്രീ ആകുമ്പോഴെപ്പോഴെങ്കിലും റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യണമെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റിന് എന്നാലാവും നല്ല കാര്യം പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പം ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, അമ്മ പാർവതി ദേവിയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ശിവശിവ. എല്ലാവർക്കും എനിക്കറിയാവുന്ന ശരിയെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ശിവശിവ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം.
അവിടെ കണ്ണാടി വീട്ടിൽ എവിടെ വെക്കണം? കൃത്യസ്ഥാനം പറഞ്ഞുതരാൻ പോകുന്നത്. അവിടെ വെച്ചാൽ കൊള്ളാം, ഇവിടെ വെച്ചാൽ കൊള്ളാമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കണ്ണാടി വെക്കേണ്ടത് കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ പടിഞ്ഞാട്ടിന് അഭിമുഖമായിട്ട് വെക്കണം. ഇതാണ് ഏറ്റവും സമ്പത്ത് വരാൻ ഉതകുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെക്കണം? ഇത് പ്രധാനമായിട്ടും കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ, അതായത് നിങ്ങളുടെ പ്രധാന വാതിലിന് മുകളിലായിട്ട്, കട്ടളയ്ക്ക് മുകളിലായിട്ട് കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ കണ്ണാടി വെക്കുക. അപ്പം പടിഞ്ഞാറ് പ്രതിഫലിക്കും. കിഴക്ക് ഭാഗത്ത് വെക്കുമ്പോൾ പടിഞ്ഞാറല്ലേ കാണുന്നത്. അതാണ് പടിഞ്ഞാറ് വരുണൻ്റെ ദിക്ക. നമ്മൾ ഈ വരുണനെയാണ് കടങ്ങൾ മാറാനും ഒക്കെ വരുണദേവനെയാണ് വിളിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ പടിഞ്ഞാറ് വെക്കാം, അതൊക്കെ വെച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്, പല കാര്യങ്ങളല്ല. ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യം അത് കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ കണ്ണാടി വയ്ക്കുക, മുഖം നോക്കുന്ന കണ്ണാടി. ഇനി കണ്ണാടി ഇങ്ങനെ വെച്ചാൽ മതിയോ? ഫലം കിട്ടുമോ? ഏറ്റവും ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. എന്താണെന്നറിയോ? കണ്ണാടി വെക്കുന്നതിൽ മാത്രമല്ല കാര്യം, ആ മുറിയിൽ വെട്ടവും വെളിച്ചവും കാണണം. ഇരുട്ട് കൂടുതലായിട്ടുള്ള മുറിയിൽ എവിടെ കണ്ണാടി വെച്ചാലും ആ ഇരുട്ടിനെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുന്നത്. ദാരിദ്ര്യം ഒരിക്കലും മാറത്തില്ല. ദാരിദ്ര്യം, കലഹം, മാനസികമായ ടെൻഷനൊന്നും മാറത്തില്ല. ഇരുട്ടിനെ ആയിരിക്കും കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. അവിടെയാണ് മനുഷ്യന് അബദ്ധം പറ്റുന്നത്. അതാണ് അറിയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, അതും ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ വെക്കുന്ന മുറിയിൽ വെട്ടവും വെളിച്ചവും ആവശ്യത്തിന് വേണം. എങ്കിലേ കണ്ണാടി ആ ഐശ്വര്യത്തെ കൊണ്ടുവരത്തുള്ളൂ. വെട്ടവും വെളിച്ചവും ഉള്ള മുറി ആയിരിക്കണം കണ്ണാടി. അങ്ങനെ കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ ഒരു അല്പം മുകളിലായിട്ട്, അതായത് കട്ടളയുണ്ടെങ്കിൽ കട്ടളയുടെ മുകളിലായിട്ട് വെക്കുക. അത് സമ്പത്തിനെ കൊണ്ടുവരും, ഐശ്വര്യം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ണാടി നമ്മൾ സിറ്റ് ഔട്ടിൽ വെക്കാം. കണ്ണാടി പ്രധാന വാതിലിന് മുകളിലായിട്ട് മുറിക്കകത്ത് നമ്മൾ കയറി വരുന്ന പ്രധാന വാതിലുണ്ടല്ലോ, ആ പ്രധാന വാതിലിന് മുകളിലായിട്ട് കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ കണ്ണാടി വെക്കാം. അത് മുറിക്കകത്താണ്, വെളിയിലല്ല. അത് ഏറ്റവും ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുറിയിൽ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ കയറി വരുന്ന ആ ഹാളിൽ വേണ്ട രീതിയിൽ വെട്ടവും വെളിച്ചം വേണം. ഇരുട്ടിനെ കണ്ണാടി പ്രതിഫലിപ്പിച്ചാൽ ദാരിദ്ര്യം മാറത്തില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെയാണ് കളി കിടക്കുന്നത്. അവിടെയാണ് കാര്യം ഉള്ളത്. ഇരുട്ടിന് ഇപ്പം നമ്മൾ പൂജാമുറിയിൽ കണ്ണാടി വയ്ക്കാം. ആ പൂജാമുറിയിൽ എപ്പോഴും ഒരു ചെറിയ നല്ലൊരു ഐശ്വര്യമുള്ളൊരു മുറിയായിരിക്കണം. ഒരാവശ്യത്തിന് വെട്ടവും വെളിച്ചവും അല്ലെങ്കിൽ ഒരു ബൾബാണെങ്കിലും വരണം. പൂജാമുറി ഇപ്പം നമ്മൾ അടച്ചിടുകയാണെങ്കിൽ അതിനകത്ത് ബൾബ് വേണം, വെട്ടം വേണം. അല്ലെങ്കിൽ ഇരുട്ടിനെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുന്നത്. പൂജാമുറി കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ പൂജാമുറിയിൽ എപ്പോഴും ഇരുട്ടാണെങ്കിൽ ഇരുട്ടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ ഇരുട്ടായിരിക്കും ആ വീട്ടിലെ കൂടുതലായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്. അപ്പം ദാരിദ്ര്യം, കടം, സാമ്പത്തിക പ്രതിസന്ധിയിലെ കലഹം, ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പൂജാമുറിയിൽ ഒരു ബൾബ് സെറ്റ് ചെയ്യുക. ഇതിപ്പം എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പൂജാമുറിയിൽ ബൾബ് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പ്രത്യേകമായിട്ട് വേണമെങ്കിൽ വെക്കാം. വിഗ്രഹത്തിനൊന്നും ബൾബോ വെക്കുകയോ കർപ്പൂരം കത്തിക്കുകയോ പ്രതിമയുടെ മുന്നിലൊന്നും ചെയ്യരുത്. ഫോട്ടോയ്ക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ബൾബ് വയ്ക്കുക, അല്ലെങ്കിൽ പൊതുവായിട്ടൊരു ബൾബ് ഇട്ടാലും മതി. ഒരു സീറോ ബൾബ് ഇട്ടാൽ മതി. അപ്പോൾ എപ്പോഴും ഒരു വെട്ടം അവിടെ മുറിയിൽ എപ്പോഴും കാണും. എന്നിട്ട് കണ്ണാടി വെക്കണം. അപ്പം പൂജാമുറിയിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. വട്ടക്കണ്ണാടി വെക്കണം പൂജാമുറിയിൽ. അപ്പോൾ എന്തിനാണ് പൂജാമുറിയിൽ കണ്ണാടി വെക്കുന്നത്? ഇനി പൂജാമുറിയിലും വിളക്ക് തെളിയിക്കുന്നിടത്ത് കണ്ണാടി വെക്കാം. കണ്ണാടി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭംഗിക്ക് വേണ്ടിയല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. പൂജാമുറിയല്ല, നിങ്ങളിപ്പോൾ വിളക്ക് കത്തിക്കുന്ന ഹാളൊക്കെ ആയിക്കോട്ടെ, അവിടെ കണ്ണാടി വെക്കാം. ചെറിയൊരു വട്ടക്കണ്ണാടി വെക്കാം. മുഖം നോക്കുന്ന മെർക്കുറിയുള്ള കണ്ണാടിയുടെ കാര്യം പറയുന്നത് കേട്ടോ. അല്ലാതെ പ്ലെയിൻ കണ്ണാടിയല്ല, മുഖം നോക്കുന്ന മെർക്കുറിയുള്ള മുഖം കാണാവുന്ന കണ്ണാടിയുടെ കാര്യം മുഴുവൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പൂജാമുറിയിൽ കണ്ണാടി വെക്കുന്നു. അപ്പോഴേ എന്തിനാണ് കണ്ണാടി വെക്കുന്നത്? അപ്പം പറയും കണ്ണാടി വെക്കാൻ ഐശ്വര്യം. അതല്ല, അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. അതിനകത്ത് കാര്യമുണ്ട്. ആ കാര്യം അറിഞ്ഞാലാണ് ശരിക്കും വർക്കൗട്ട് ആകത്തുള്ളൂ, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം ഈശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ പല ചിന്തകളാണ്. ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെ അപ്പുറത്തെ വീട്ടുകാരുടെ ചില പ്രശ്നങ്ങൾ, ഇപ്പുറത്തെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ,
ഇങ്ങനെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിരിക്കും ചിന്തിച്ചുകൊണ്ടായിരിക്കും പൂജാമുറിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആരോടെങ്കിലും ദേഷ്യമൊക്കെ കാണും. ഇതൊക്കെ ഈ പൂജാമുറി ഒരു കണ്ണാടി ഇരുന്നാൽ നമ്മൾ യാദൃശ്യമായിട്ടാണെങ്കിലും കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ കണ്ണാടിയിലൊന്നുമില്ല. കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടി പോലെ തന്നെ മൈൻഡ് ബ്ലാങ്ക് ആവും. അപ്പം നമുക്ക് ആ പ്രാർത്ഥന ഫലം കാണും. അതുകൊണ്ടാണ് ഈ കണ്ണാടി വെക്കുന്ന രഹസ്യം. പിന്നെ കണ്ണാടിയുടെ മുന്നേ നിന്ന് ഈ ദേവീ മന്ത്രങ്ങൾ ചൊല്ലിയാലും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ദേവീ മന്ത്രങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. സർവമംഗളമെങ്കിലും ജപിക്കാൻ നല്ലതാണ്. പിന്നെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ക്രീം എന്നുള്ള ഹായ കേട്ടോ, കാ ജപിക്കരുത് എന്ന് ജപിച്ചിട്ട് ഓം ഇല്ലാതെ ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് വീണ്ടും ജപിക്കുന്നത് വളരെ ഐശ്വര്യം കൊണ്ടുവരും കണ്ണാടിയുടെ മുന്നിൽ നിന്ന്. അതുപോലെ ഓം നമോ നാരായണായ ജപിക്കുന്നല്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, ആദ്യം ദേവീ മന്ത്രം ജപിക്കുക, സർവമംഗളമംഗല്യം ജപിക്കുക, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ജപിക്കുക. പിന്നെ ഓം ഇല്ലാതെ ജപിക്കുക, അതിൻ്റെ അത് കാര്യമുണ്ട്. ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഓം ഇല്ലാതെ ജപിക്കുക. പിന്നെ ഓം നമോ നാരായണായ ജപിക്കുക. പിന്നെ ശിവോഹം ജപിക്കാം. അത് കഴിഞ്ഞ് ഓം കൃഷ്ണായ നമ ജപിക്കാം. ഇത്രയും മന്ത്രങ്ങളൊക്കെ കണ്ണാടിയുടെ മുന്നിൽ ജപിക്കാം. എന്നിട്ട് എൻ്റെ കൃഷ്ണ ഭഗവാനെ ഗോവിന്ദ എന്നുകൂടി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വിളിച്ചാൽ നല്ലതാണ്. അതിനകത്തൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ വിളിക്കുന്ന പോലെ അത് കുറച്ചുകൂടി ഭഗവാനുമായിട്ടൊരു ദിവ്യ സ്നേഹം അവിടെ ഉണ്ടാവും. കുരുരമയൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ വലിയ മാലാമന്ത്രങ്ങളൊന്നുമല്ല. എൻ്റെ കൃഷ്ണ അവിടെ ഭഗവാനുണ്ട്. അപ്പോൾ അത് ദിവ്യമായ സ്നേഹം അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യുക. ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യുക. ആ വീട്ടിലേക്ക് സമ്പത്തും പണവും ഒക്കെ വരാൻ തുടങ്ങും. സാമ്പത്തികമായ ബ്ലോക്ക് മാറാൻ തുടങ്ങും. കലഹങ്ങൾ മാറാൻ തുടങ്ങും. കാരണം ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പല വീടുകളിലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അല്ലാതെ ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റിയോടെ പറയുന്നത്. ഒരാളൊരു ക്ലാരിറ്റിയോടെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അനുഭവം ഉണ്ടാകണം. അല്ലെങ്കിൽ ക്ലാരിറ്റിയോടെ ഉറച്ച് പറയാൻ പറ്റത്തില്ല. വായിച്ചതും കേട്ടതും ഒക്കെ പറയുന്ന കേട്ടാൽ അറിയാം. ഇത്ര ഉറച്ച് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞ പല വീടുകളിൽ വെച്ചവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കണ്ണാടി കയറി വരുന്ന വാതിൽ ആ കട്ടളയ്ക്ക് മുകളിലായിട്ട് അകത്തെ ഭിത്തിയിൽ ആ കിഴക്കേ ഭിത്തിയിലായിട്ട് വയ്ക്കുക. അത് ഒരു ചതുരത്തിൽ വെക്കണം. ചതുര കണ്ണാടി എന്ന് വെച്ചാൽ ദീർഘചതുരം, അധികം ദീർഘചതുരം ആകരുത്. ഒരു സാമാന്യ ചതുരം. ചതുരം എന്ന് പറയുമ്പോൾ സാമാന്യം ചതുരം മതി. അങ്ങനെ ചതുര കണ്ണാടി വെക്കണം. അത് വളരെ നല്ലതാണ്. പിന്നെ പൂജാമുറിയിൽ വട്ടക്കണ്ണാടി വെക്കാം. പിന്നെ നിങ്ങളുടെ ഇപ്പം ബെഡ്റൂമിലുമൊക്കെ കണ്ണാടി ഉള്ളവരുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒന്നുകിൽ കിഴക്ക് ദിക്കി വെക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കി വെക്കുക. ബെഡ്റൂമിൽ ഇപ്പം കിഴക്കിന് അഭിമുഖമായ പടിഞ്ഞാറ് അഭിമുഖമായ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ വെട്ടവും വെളിച്ചവും ഒക്കെ ഒരു കയറുന്ന ഒരു രീതിയിലായിരിക്കണം ആ മുറിയിലെ ഒരു സജ്ജീകരണം. അല്ലെങ്കിൽ ഇരുട്ടായിരിക്കും പ്രതിഫലിപ്പിക്കുന്നത്. അവിടെ നിന്നും കലഹങ്ങൾ മാറത്തില്ല. നമുക്കൊരു വെട്ടവും ചെറിയ വെന്റിലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വെട്ടവും വെളിച്ചവും കയറാനുള്ള വെന്റിലേഷൻ ആണെങ്കിലും ഈ ചെറുത് അല്ലെങ്കിൽ വെന്റിലേഷൻ ഗ്ലാസ് ഇടുക. അപ്പം വെട്ടം കയറിക്കോളും. പിന്നെ അല്ലെങ്കിൽ പിന്നെ വെന്റിലേഷൻ തുറന്ന വെന്റിലേഷനോ എങ്ങനെ വേണേലും ഒരു വെട്ടവും വെളിച്ചവും ആ മുറിയിൽ തങ്ങി നിൽക്കണം. അപ്പോഴാണ് ആ കണ്ണാടിയിൽ ഉണ്ടാകുന്ന ആ ഒരു വെട്ടവും വെളിച്ചവും ഉള്ളപ്പോഴാണ് അത് കൂടുതൽ ഐശ്വര്യമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ കച്ചവട സ്ഥാനമുണ്ട്, ഓഫീസുണ്ട്, അവിടെ ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കുക. നിങ്ങളുടെ കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ പടിഞ്ഞാറിന് അഭിമുഖമായി കണ്ണാടി വെക്കുക. ചതുരക്കണ്ണാടി വെക്കുക. മുഖം നോക്കുന്ന കണ്ണാടി ഫ്രെയിം ചെയ്ത് നല്ല വൃത്തിയുള്ള കണ്ണാടി വെക്കുക. നിങ്ങളുടെ അവിടുത്തെ കസ്റ്റമർ വരുമ്പോഴും എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും. കച്ചവടവും ബിസിനസ്സും ഒക്കെ നന്നായിട്ട് നടക്കും. ഇങ്ങനെ ചെയ്ത ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല കച്ചവടവും ട്രാൻസാക്ഷനും കസ്റ്റമേഴ്സ് എല്ലാം സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. അവിടെ പോസിറ്റീവ് ഒരു എനർജിയും. കാരണം മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ വെട്ടവും വെളിച്ചമൊക്കെയുള്ള ഒരു റൂമൊക്കെ ആയിരിക്കും സ്ഥാപനങ്ങളിൽ. ഇല്ലെങ്കിൽ വെട്ടവും വെളിച്ചം അവിടെ ഉണ്ടാകണം. ഇനിയിപ്പോൾ വെട്ടം കയറാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒന്നൊരു ബൾബെങ്കിലും വരണം, സീറോ ബൾബ് എന്തെങ്കിലും.
വെളിച്ചം പ്രതിഫലിപ്പിക്കണം കണ്ണാടിയിൽ. അപ്പോഴാണ് അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നത്. ഇരുട്ട് പ്രതിഫലിപ്പിച്ചാൽ ദാരിദ്ര്യവും കടമൊന്നും മാറത്തില്ല. അപ്പോൾ ഈ കണ്ണാടിയുടെ സ്ഥാനം മാറ്റിയാൽ തന്നെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല ജീവിതത്തിലെല്ലാം നേടുന്നത്. നമുക്ക് വേണ്ട കാര്യം ശരിയായി മനസ്സിലാക്കി ശരിയായി ചെയ്താൽ മാത്രം മതി ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായി വരും. ചുമ്മാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നവരൊരിക്കലും എങ്ങും എത്താറില്ല. അതാണ് സത്യം. പലതിൻ്റെ പുറകെ പോകുന്നവരെങ്ങും എത്താറില്ല. അവർ എന്നും അവർക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും. ഏതെങ്കിലും ആവശ്യം അവനവന് വേണ്ട കാര്യം മനസ്സിലാക്കി ആ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്താൽ മാത്രം മതി ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരാൻ. ഇനിയും ഇപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലും കണ്ണാടി വേണേൽ വയ്ക്കാം. അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾ ആ കണ്ണാടി അറിയാതാണെങ്കിലും നോക്കുമ്പോൾ ഈ വീട്ടിലോട്ട് കയറി വരുന്ന ഒരാളുടെ മനസ്സിൽ ചിലപ്പം പലരോടുള്ള ദേഷ്യവും പല മോശം ചിന്തകളും ഒക്കെ കാണും. നമുക്കറിയത്തില്ല ഒരാളുടെ മനസ്സ് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ എന്നാ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ചിലപ്പോൾ അയാളുടെ മനസ്സ് വളരെ കലുഷിതമായിരിക്കും. അപ്പോൾ അയാളുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആ വീട്ടിലേയും ബാധിക്കും കയറി വരുമ്പോൾ. ഇപ്പം ജസ്റ്റ് കണ്ണാടി സിറ്റൗട്ടിലൊരു കണ്ണാടി ഉണ്ടെന്ന് വയ്ക്കുക. ആ കണ്ണാടി ഈ ജസ്റ്റ് അറിയാതാണെങ്കിലും നോക്കും. ഇതൊക്കെ അറിയാതെ സംഭവിക്കും. എങ്ങനെയാണെങ്കിലും നോക്കുമ്പോൾ അയാൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ ബ്ലാങ്ക് ആയതുപോലെ തന്നെ അയാളുടെ മനസ്സും ബ്ലാങ്ക് ആകും. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള ആ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിൻ്റെ വൈബ്രേഷന് ആ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ബാധിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകും. ഈ പല വീടുകളിലും പ്രശ്നം ഈ നെഗറ്റീവ് ചിന്താഗതികളുള്ള ചില ആളുകളുണ്ട്. അവർ കയറി വന്ന് പലരുടെയും കുറ്റം പറയും. അങ്ങനെയുള്ള വീടുകളൊന്നും രക്ഷപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു കണ്ണാടി വെച്ചാൽ മതി. ഒരു കുഴപ്പവുമില്ല. അവരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. അവരും നന്നാകും, നമുക്കൊരു പ്രശ്നവും വരത്തില്ല. ചിലരുണ്ട് ഈ കൃത്യമായിട്ട് അടുത്ത വീടുകളിൽ പോകും. അവരത് മുടക്കത്തില്ല. വയ്യേലും പോകും മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടി. അതൊരു ദിനചര്യ പോലെ അവരിങ്ങനെ ആവർത്തിക്കും. ലാസ്റ്റ് കിടപ്പായാലും നടക്കാൻ പരുവുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാവുകൊണ്ടാവും. അങ്ങനെയുള്ള വീടുകളൊന്നും എപ്പോഴും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കും. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അവരവരുടെ ജോലി ചെയ്യട്ടെ. അവരൊന്നും പറയാം എനിക്ക് പണിയുണ്ടെന്ന് പറയുക, അവരെ പറഞ്ഞു വിടുക. പിണക്കമൊന്നും വേണ്ട, അവരെ സ്നേഹത്തോട് തന്നെ. അല്ലെങ്കിൽ ഒരു കണ്ണാടി വയ്ക്കുക. കഴിവതും ഇപ്പം എന്തായാലും ഒരു കണ്ണാടി വെക്കാൻ നല്ല സ്വിച്ച് ഔട്ട്. അപ്പം പലരായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ പല കാര്യത്തിന് വരുന്നത്. അപ്പോൾ ആ ഒരു മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൻ്റെ ആ വൈബ്രേഷനും നമ്മളെ ബാധിക്കത്തില്ല. വലിയ മാറ്റം വരും. ഇനി രണ്ട് കണ്ണാടി ഒരു കണ്ണാടി ഇപ്പം കിഴക്ക് ഭിത്തി വെക്കുന്നു, അതിൻ്റെ നേരെ ഒരു കണ്ണാടി പടിഞ്ഞാറെ ഭിത്തി വെക്കുന്നു. ഇങ്ങനെ രണ്ട് കണ്ണാടി അഭിമുഖമായിട്ട് വെക്കരുത് കേട്ടോ. ഒരു ദിക്ക് വെച്ചാൽ മതി, കിഴക്ക് ദിക്ക് വെച്ചാൽ മതി. പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ കിഴക്കോ പടിഞ്ഞാറോ വെക്കാൻ അത് കുഴപ്പമില്ല. ബാക്കി എല്ലായിടത്തും കിഴക്ക് വെച്ചാൽ മതി, കിഴക്ക് ഭിത്തി വെച്ചാൽ മതി. അത് കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യമായിട്ട് വെക്കണം. അതായത് കണ്ണാടിയിൽ നമ്മൾ ഈ ആണി അടിച്ചിരിക്കുന്നത് അറിയാൻ പാടില്ല. ഒരാൾ നോക്കുമ്പോൾ ആണി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കരുത്. ചിലയിടത്ത് നമ്മൾ ചില വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കണ്ണാടി ആയിരിക്കും, ആണി ഇങ്ങനെ വലുപ്പം നിൽക്കും. അങ്ങനെ ആണി നിൽക്കുന്നത് അതൊരു നല്ല രീതിയല്ല. നമ്മുടെ മനസ്സിലൊരു ഒരു നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാക്കത്തില്ല ആണി ഇങ്ങനെ നേരെ നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ആണി അടിക്കണം. ഈ ആണി അറിയാത്ത രീതി വേണം അടിക്കാൻ. അങ്ങനെ കണ്ണാടി കാണുമ്പോഴാണ് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ആണി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായിട്ട് പോലെ തോന്നും, ഒരു ചേർച്ചയില്ലായ്മ തോന്നും. അപ്പോൾ അത് അത്ര നല്ലതല്ല. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചെരുപ്പ് എങ്ങനെ എവിടെ ഇടണമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അതൊക്കെ കറക്റ്റ് അനുഭവങ്ങളാണ്. ചെരുപ്പ് ഒരിക്കലും തലതിരിച്ചിടരുത്. അങ്ങനെയുള്ള പല വീടുകളിലും കലഹം ഒഴിയത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഈ ചെരുപ്പ് നമ്മൾ ഓൾറെഡി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡിസ്ഓർഡർ എന്ന ഫീലിങ്സ് ഉണ്ടാകും. ക്രമരഹിതം എന്ന ഫീലിങ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആര് പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല, ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നതല്ല ജീവിതം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചേരുന്നതാണ് വലിയ വലിയ കാര്യങ്ങൾ. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ശീലങ്ങൾ, ചെറിയ ചെറിയ ചിന്തകൾ, ഇതാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളെ പിടിച്ചാലേ വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നത് അബദ്ധമാണ്, ബുദ്ധിയില്ലാത്തവരാണ് ചെയ്യുന്നത്. ആ വലിയ വലിയ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായി.
ഇപ്പം ചില അഭ്യാസികളെ കണ്ടിട്ടുണ്ട്. അവർ ഈ കിടന്നിട്ട് അവരുടെ മുകളിൽ കൂടെ ആന ചവിട്ടുന്നതൊക്കെ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരത് ഒരു ദിവസം കൊണ്ടോ ചാടിക്കയറി ചെയ്യുന്നതല്ല. ഒറ്റ ദിവസം കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ചത്തുപോകും. അവർ മൈന്യൂട്ടായിട്ട് പല ദിവസം കൊണ്ട് ചെറിയ രീതിയിൽ അഭ്യസിച്ച് അതിന് വേണ്ട ട്രിക്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ, ആ ഒരു വിദ്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട തന്ത്രങ്ങളും ഒക്കെ പല ദിവസങ്ങൾ കൊണ്ട് അഭ്യസിച്ചാണ് ഒരു ദിവസം കൊണ്ട് അത് ആ വിദ്യ സ്വായത്തമാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെറിയ അംശങ്ങളിൽ ചെറിയ ഏതൊരു കാര്യം വശമാക്കാൻ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഏതും വശമാകുന്നത്. മണ്ടന്മാരാണ് ആദ്യം വലിയ കാര്യത്തെ പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലം എന്നായിരിക്കും? ഒരു കാര്യമില്ല. അപ്പം കൊച്ചു കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു യോഗവിദ്യ ചെയ്യുന്നു. ആ യോഗവിദ്യക്കകത്ത് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് യോഗവിദ്യ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ തൊണ്ട പറ്റും. ഈ തൊണ്ട പറ്റുമ്പോൾ, കാരണം ഈ തൊണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ഹോളാണല്ലോ, അവിടോട്ട് വായുവിൻ്റെ ഒരു പിടുത്തം വരും പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ നനഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പ്രാണായാമം ചെയ്തു. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കുന്നവനാണ് അത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. ഈ മണ്ടന്മാരാദ്യം ഇതൊന്നും അറിയാതെ ചുമ്മാ ശ്വാസം പിടിച്ചിരിക്കുക, ശ്വാസം വിടുക. കുറച്ച് കഴിയുമ്പോൾ അവനൊക്കെ ചെറിയ ഏതെങ്കിലും അത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഇതുപോലെയുള്ള, ഇപ്പം കണ്ണാടി വെക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെരുപ്പിടുന്നു, അതുപോലുള്ള ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ചില പ്രവൃത്തികൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലൊരു ദേഷ്യം വരുമ്പം നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും അതൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലൊരു ബഹളം ഉണ്ടായിട്ട് ഒരാൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ അയാൾക്ക് അന്നത്തെ തൊഴിൽ അയാൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല, അതിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീട്ടിലുള്ള കാര്യവും ഏതൊരു കാര്യവും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇപ്പം പൈപ്പിനകത്തൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നു. അപ്പം പലരും പറയാറുണ്ട്, പൈപ്പ് അത് ക്ലിയർ ചെയ്ത് ആ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് നിർത്തണം, അതൊരു മോശം ലക്ഷണമാണ്. അതിൻ്റെ അത് വേറെ കാര്യമൊന്നുമില്ല. ഈ പൈപ്പിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ മനസ്സിൽ തോന്നും. മനസ്സിത് മനസ്സിലാക്കി എടുക്കുന്നത് ഇതൊരു ഡിസ്ഓർഡറായിട്ടുള്ള, ക്രമരഹിതമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ്. അത് നമ്മുടെ മനസ്സിന് അലോരസപ്പെടുത്തും. അത് നമ്മളുടെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അത് വേറെ കാര്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്ന ഓരോ പ്രവൃത്തിയും. നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ നിങ്ങൾക്കത് വഴിപാട് ചെയ്താൽ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിലെ ദേവനെ അല്ലെ ദേവിയോട് ഒരു ദിവ്യമായ സ്നേഹം ഉണ്ടാകണം, എങ്കിലേ ഫലം കിട്ടത്തുള്ളൂ. നിങ്ങൾ മനസ്സുകൊണ്ട് ആ ദേവനോടോ ദേവിയോടോ അകന്ന് നിന്നിട്ട് വഴിപാട് എത്ര ചെയ്തൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നിന്ന് സ്നേഹം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവരോടൊരു ഏറ്റവും സത്യസന്ധമായൊരു സ്നേഹം ഉണ്ടാകണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് സ്നേഹം വരും. നിങ്ങൾക്ക് അവരോട് ഏതെങ്കിലും രീതി ഒരു വിദ്വേഷം ഉണ്ടാകുമ്പോഴാണ് ആ മാനസികമായിട്ടുള്ള ഐക്യം കുറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നതനുസരിച്ചിരിക്കും നമ്മളിലേക്ക് ആ കാര്യം വരുന്നത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തെയും നല്ല രീതിയിൽ സമീപിക്കാനും അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്സാരം ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ നമ്മൾ ഈശ്വര, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായൊരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഈശ്വര എന്നുള്ളൊരു ചിന്തയോടുകൂടി ആ പണം കൊടുത്താൽ പണം തിരിച്ചു വർദ്ധിച്ചു വരും. നമ്മളിപ്പോൾ അതല്ലേ ചിലർ ക്ഷേത്രത്തിലേക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്നു. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇവരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നവർ മണ്ടന്മാരാണെന്നാണോ വിചാരം. ലക്ഷങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, വലിയ തുകകളൊക്കെ. അപ്പോൾ ചിലർ വിചാരിക്കും ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഇപ്പം ചെയ്യുന്ന ഇവർ എന്നാ കാര്യത്തിനാണ്. പക്ഷേ ഈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സന്തോഷത്തോടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു ഈശ്വരീയമായ മനസ്സുണ്ട്, അത് വർക്കാവും. നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ, അത് ക്ഷേത്രത്തിലേക്കാണേലും കൊള്ളാം, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ദാനമാണേലും കൊള്ളാം, എങ്ങനെയാണേലും സന്തോഷത്തോടെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വരീയമായ മനസ്സുണ്ട്. ആ മനസ്സ് വർക്കൗട്ടാകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് സമൃദ്ധി, അബണ്ടൻസ്, ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ചില ആളുകളുണ്ട് അവർക്ക് ജോലിയിൽ എപ്പോഴും ടെൻഷന്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുണ്ട്, ഈ എന്തുകൊണ്ടാണ് എപ്പോഴും ടെൻഷൻ വരുന്നറിയോ? ഈ ജോലി ചെയ്യുമ്പം ചിന്ത മുഴുവൻ എനിക്ക് പണം ഉണ്ടാക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തണം,
എനിക്ക് നന്നായിട്ട് ജീവിക്കണം, ഈ ഞാനെന്നുള്ള ചിന്തയേ ഉള്ളൂ. അത് നല്ലത് തന്നെയാണ്, വേണ്ടതാണ്. പക്ഷേ നമ്മൾ അതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ സഹായങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഈ ജോലിയിലെ ടെൻഷനും കുറയും, നിങ്ങൾക്ക് ജോലിയിൽ ഇരട്ടി സമ്പത്ത് വരികയും ചെയ്യും. കാരണം സ്വാർത്ഥത കുറച്ച് നല്ലതാണ്, പക്ഷേ ഒരുപാടായി പോകരുത്. ഒരുപാടായിപ്പോയാൽ നമ്മുടെ ഉള്ളിലെ ആ വിശുദ്ധമായ മനസ്സ് വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ കാര്യത്തിന് നമുക്ക് പണം വേണം, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം, കുറച്ച് നല്ലതാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾക്ക് കുറച്ച് ഒരു ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുകളുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനുമില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഔട്ട്പുട്ടും കിട്ടും, സമ്പത്തും വർദ്ധിച്ചു വരും. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് എപ്പോഴും ടെൻഷൻ കൂടുതലുണ്ടാകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്നാലും ഒന്ന് ചെയ്ത് നോക്കിക്കുക, ഒരു ടെൻഷനും ഉണ്ടാകത്തുമില്ല. നമ്മുടെ തൊഴിലിലും നമുക്ക് ആ പുരോഗതി ഉണ്ടാകും, ഈശ്വരൻ തരും നമുക്ക്. ഈ മറ്റുള്ളവരെ സഹായിക്കുന്നവരും അല്ലെ അശരണരെ സഹായിക്കുന്നവരും അല്ലെ ദാനങ്ങൾ ചെയ്യുന്നവരും മണ്ടന്മാരാണെന്ന് നമ്മളാരും വിചാരിക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഇരട്ടി കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ മനസ്സില്ലാത്ത ഒരുത്തം കൊടുത്താൽ കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്താൽ ചിലപ്പം കിട്ടത്തില്ല. ഇത് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഒരാൾക്കൊരു ഗുണമുണ്ടാകണം ഈശ്വര എന്ന് പറഞ്ഞ് കൊടുക്കുന്നവർക്കറിയാം അതിൻ്റെ ഇരട്ടി തിരിച്ചു വരുമെന്ന്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഉള്ളവർക്ക് അവരത് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യം. നമ്മൾക്ക് കൊടുക്കാൻ പഠിക്കണം. നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ കൊടുക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ വിശുദ്ധമായ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടെൻഷനും മാറും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉയർച്ച ഉണ്ടാകും, സമ്പത്തും വരും. അല്ലാതെ എനിക്ക് വേണ്ടി എത്ര അധ്വാനിച്ചാലും ആ ടെൻഷൻ മാറത്തുമില്ല, പണം ഒരിക്കലും തികയത്തുമില്ല. നിങ്ങൾ നോക്കിയോ, എത്ര വലിയ സമ്പന്നരായിട്ട് ആളുകൾ എന്തുകൊണ്ടാണ് ചാരിറ്റി ചെയ്യുന്നത്? അവരെന്തുകൊണ്ടാണ് ചാരിറ്റി ചെയ്യുന്നത്? അവർക്കറിയാം എൻ്റെ ഗുണം, ആരും പറഞ്ഞു കൊടുക്കണ്ട അവരോട്. അവരും അതുപോലെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിന് ആ സന്തോഷമുണ്ട്. അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അവർ ഏറ്റവും സന്തോഷവാന്മാരാണ്. ഇന്ന് ഒരു മുറിക്കകത്ത് ഒരു ചെറിയ കച്ചവടം ചെയ്യുന്നവന് ടെൻഷൻ കൊണ്ട് ഇരിക്കപ്പുറത്ത് കാണത്തില്ല. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അവിടെയാണ് അതിൻ്റെ കുഴപ്പം. ഇതൊക്കെ സിമ്പിൾ ടെക്നിക്കുകളാണ്, സിമ്പിൾ കാര്യങ്ങളാണ്, പ്രായോഗികമായ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇതൊക്കെ അറിയുമ്പോഴാണ് ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ ചുമ്മാ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടൊന്നും ജീവിതം മാറത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അറിയേണ്ട കാര്യം നമ്മളെങ്ങനെ ജീവിക്കണം, എന്തു ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, നമുക്ക് ടെൻഷൻ മാറാൻ, നമ്മുടെ ഉള്ളിലെ വിശുദ്ധമായ മനസ്സ് പ്രവർത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്താൽ മതി. വേറെ കാര്യമൊന്നുമില്ല. അല്ലെ ലോകത്തിലുള്ള മുഴുവൻ ശാസ്ത്രങ്ങളും ഉള്ള ഗ്രന്ഥങ്ങളും ഒന്നും പഠിക്കുന്നതിനകത്ത് കാര്യമില്ല. കൃത്യം വേണ്ട ജീവിക്കാനുള്ള അറിവ് വേണം. അത് അറിവില്ലാതെ മറ്റെന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. ജീവിക്കാനുള്ള അറിവ്, ആ അറിവാണ് ഏറ്റവും പ്രധാനം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ ചിലർക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ കാണും, പക്ഷെ കുടുംബജീവിതം പരാജയമായിരിക്കും. വല്ല കാര്യമുണ്ട്. അതുപോലെ ആളുകൾ എപ്പോഴും ടെൻഷനുമായിരിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് അയാൾക്ക് ബലം കിട്ടുമെന്ന് പറയാൻ പറ്റും. എന്നാൽ ആ വ്യക്തി ആർക്കെങ്കിലുമൊക്കെ ഒരു ദാനധർമ്മങ്ങൾ ചെയ്യുക, ടെൻഷനും മാറും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന് നല്ല ഫലങ്ങളുണ്ടാകും. ഇത് ഇങ്ങനെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു അനലിറ്റിക് മൈൻഡിനോടൊപ്പം ഒരു വിശുദ്ധമായ മനസ്സുമുണ്ട്. നമ്മളെപ്പോഴും അനലിറ്റിക് മൈൻഡിലാണ്. കാൽക്കുലേഷൻസ്, എത്ര ബാങ്കിലിട്ടാൽ എത്ര കിട്ടും, എനിക്ക് വീട് വെക്കണം, എനിക്ക് അത് ചെയ്യണം, അവനെക്കാട്ടും വലിയ വീട് വെക്കണം, കാൽക്കുലേറ്റബിളാണ് മുഴുവൻ, കണക്കിൻ്റെ ലോകത്താണ്. അതുകൊണ്ട് ടെൻഷൻ മാറത്തില്ല. എന്നാൽ നമ്മുടെ മനസ്സിന് ഒരു വിശുദ്ധമായ മനസ്സുണ്ട്. അവിടെ കാരുണ്യം, ദയ, അനുകമ്പ ഒക്കെ ഒരുള്ള മനസ്സുണ്ട്. അവിടെ കൂടെ ആക്ടിവേറ്റ് ആകാൻ വേണ്ടി നമ്മൾ കുറേ നന്മകളൂടെ ചെയ്താൽ കുടുംബവും നമുക്ക് ഉപകാരപ്പെടും, സമൂഹവും നമുക്ക് ഉപകാരപ്പെടും, ടെൻഷനും മാറും, ഈശ്വരീയമായ അനുഗ്രഹങ്ങളും സമ്പത്തും വന്നുകൊണ്ടേയിരിക്കും. ജീവിതം ഒരു സ്വർഗമായിത്തീരും. ഇതെനിക്ക് എൻ്റെ മനസ്സിലായ കാര്യങ്ങളായി പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിലേ പറയുന്നേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവപാദങ്ങൾ സ്മരിക്കുന്നു. അമ്മ പാർവതീദേവിയുടെ പാദങ്ങൾ സ്മരിക്കുന്നു. അഗസ്ത്യപാദങ്ങൾ സ്മരിക്കുന്നു. ശിവോഹം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.